പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്നൊരു കുഞ്ഞു ഉച്ചയൂണിൻ്റെ വീഡിയോ എടുക്കാൻ കരുതി. അപ്പോൾ അതേ മീന് ഒക്കെ ഇന്നലെ അപ്പം കൊണ്ടുവന്നിട്ടുണ്ടാവുമല്ലോ, ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് ആവോലി നങ്കും പിന്നെ അത് ഇത്രക്കോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ. പച്ചക്കറിയിൽ ഇട്ട് വയ്ക്കുമ്പോൾ ഇച്ചിരി മതി, പേരിന് മാത്രം അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇരിപ്പുണ്ട്, വെണ്ടക്ക ഇരിപ്പുണ്ട്, അല്ലെങ്കിലാണെങ്കിൽ നമുക്ക് തേങ്ങ കൊത്തിട്ടാണെങ്കിലും വെക്കാം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഐസൊക്കെ പോയിരിക്കുന്നത് എനിക്ക് കൈയോടെ അങ്ങോട്ട് വെക്കത്തേച്ച് കഴുകി എടുക്കാം കേട്ടോ. ബാ. അങ്ങനെ പുറത്തോട്ട് വന്നിട്ട് മീനൊക്കെ എല്ലാം കൈയോടെ വെട്ടിത്തേച്ച് കഴുകി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെമ്മീൻ കിള്ളണം, നങ്ക് പൊളിക്കണം, ആവോലിൻ്റെ വെട്ടിത്തേച്ച് കഴുകി എടുക്കണം. അപ്പോൾ അതിൻ്റെ ചെറുതായിട്ട് ഈ ആവോലിക്ക് ചെറുതായിട്ടൊരു ഗിൽറ്റ് പോലെ ഉണ്ടാകുമല്ലോ, അപ്പോൾ അതൊക്കെ പോയിരിക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ കത്തി കൊണ്ട് വടിച്ചാലും പോകും, പക്ഷേ എനിക്ക് കല്ലിലോട്ടൊന്ന് തേക്കണം, എന്നാലേ ഒരു തൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് വെട്ടി തേച്ച് കഴുകി എടുക്കണം. ഈ കാണുന്നത് ഞാൻ ആദ്യത്തെ അത് വെട്ടിയപ്പോഴത്തേക്കും ആവോലിയുടെ തല നിർത്തിക്കൊണ്ട് ഇങ്ങനെ വെട്ടിയെടുത്ത് കേട്ടോ. പിന്നെ ഓർത്തത് വേണ്ട, ചെറുതല്ലേ, അപ്പോൾ പിന്നെ തലയും കൂടെ അങ്ങോട്ട് കളയാന്ന് കരുതിയിട്ട് ഒരെണ്ണത്തിൻ്റെ തല മാത്രം അങ്ങനെ വെച്ചിട്ട് ബാക്കിയത്തിൻ്റെയും തല ഞാൻ മൊത്തവും വെട്ടിക്കളഞ്ഞു കേട്ടോ. മീൻ എടുത്തുകൊണ്ട് വന്നപ്പോൾ തന്നെ ഇതേ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ അഭയാർത്ഥികൾ കിടന്ന് കരയാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2-3 നങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആരോ പറഞ്ഞു നങ്ക് കൊടുത്താൽ പൂച്ചയുടെ തൊണ്ടയിൽ കെട്ടുമെന്നാണോ മുള്ള് കെട്ടുമെന്നാണോ അറിയില്ല, പക്ഷേ ഇതൊക്കെ മുള്ളും തലയൊക്കെ തിന്നാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ 2-3 നങ്ക് എടുത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതോടെ കഴിച്ചിട്ടാണ് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിൻ്റെ തലയൊക്കെ കൊടുക്കണ വരെ കരച്ചിലായിരിക്കും കേട്ടോ. ഈ കുർണാപ്പി 2 മാത്രമല്ല കേട്ടോ, വേറെ ഉണ്ട് കുറേ പൂച്ചകൾ. ഇതെടുക്കുമ്പോൾ തന്നെ ഇത് എവിടെ നോടി വരുന്ന ഒരു പിടുത്തവും ഇല്ല കേട്ടോ. ഇവിടെ ആണെങ്കിലില്ലേ മിക്കിക്ക് ഈ പൂച്ചകളൊന്നും കാണാൻ പാടില്ല. എൻ്റെ ദൈവമേ, ഇതുങ്ങളെങ്ങാനും കണ്ടുപോയിട്ടുണ്ടെങ്കിലില്ലേ മിക്കി ഇവിടെ കുരച്ച് നമ്മുടെ ചെവിക്കല്ല് പൊട്ടിക്കും. അതുകൊണ്ടിട്ടില്ല ഞങ്ങൾ ഇതുങ്ങൾക്ക് മീൻ കൊടുക്കണ സമയത്ത് ഈ പൂച്ചയാണെങ്കിലല്ലേ, ചെറിയ പൂച്ച എപ്പോഴും ഇങ്ങനെ അതുമ്മേൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ തലയും കൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് വരും. താഴ്ത്തട്ടങ്ങനെ വീണ അതിൻ്റെ കഥ കഴിഞ്ഞ്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും മീൻ കൊടുക്കുമ്പോൾ മിക്കീനെ അവിടെ ഇവിടെ നമ്മുടെ ഇതില്ലേ അവൻ്റെ ബെൽറ്റ് ഇട്ടിട്ട് അവിടെ അങ്ങനെ കെട്ടിയിട്ടാണ് നമ്മൾ പൂച്ചകൾക്ക് മീൻ കൊടുക്കാറ്. കാരണം ഈ സുർണാപ്പികളൊക്കെ എപ്പോഴും ഇങ്ങനെ തലയും വെച്ചിട്ട് ഇങ്ങനെ വരും. പെട്ടെന്ന് ഇങ്ങനെ പിടുത്തം കിട്ടാതെ ഇങ്ങോട്ട് വീണുണ്ടെങ്കിലേ തീർന്ന കഥ. അതുകൊണ്ട് ഇങ്ങോട്ട്, അതായത് നമ്മുടെ ഈ പരിസരത്തോട്ട് പൂച്ചകളൊന്നും താഴത്തുകൂടി വരില്ല. എന്തെങ്കിലും അതിലേ കൂടിയൊക്കെ പോകണം, അല്ലാതെ നമ്മുടെ ഈ പൂച്ചകളൊക്കെ ഒന്നും താഴത്തോട്ട് ഇറങ്ങില്ല. കാരണം വേറൊന്നുമല്ല, മിക്കീരെ പേടിച്ചിട്ടാണ്. പൂച്ച പോട്ടെ, ഒരു അരണക്കുഞ്ഞെങ്ങാടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലല്ലേ, അരണനെയോ പല്ലീനെയൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അവനില്ലേ എൻ്റെ ദൈവമേ എങ്ങനെയാണ് ഇങ്ങനെ കുരക്കടേന്ന് അറിയാൻ പാടില്ല, കുരച്ചേ ഇരിക്കും. ഞാൻ ആവോലിക്കറി വെക്കാൻ വേണ്ടിയിട്ടേ സവോളയാണ് കേട്ടോ എടുക്കണത്. അത് നമുക്കൊന്ന് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കാം. നങ്കിനെ തിളപ്പിച്ച് കൊടുക്കാം. അതിന് ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പില കൂടെ ഒക്കെ കറിവേപ്പില ചതക്കണ്ട, ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടെ ചതച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് ആവോലിക്കറി വെക്കാൻ വേണ്ടിയിട്ടാണ്. പകുതി എടുത്താൽ മതി, അല്ലെങ്കിൽ പിന്നെ മധുരിക്കും. ഒരുപാട് ഇട്ടാൽ മാത്രമാണ് കേട്ടോ സവോള ഇട്ട് പിന്നെ മധുരിക്കുള്ളൂ. ആവശ്യത്തിന് ഇട്ടാൽ മതി. ഞാനത് ഇത്ര എടുക്കണുള്ളൂ. 2 പച്ചമുളകും കൂടി നടുവേ അങ്ങോട്ട് കീറാം. ഇഞ്ചി, ഇഞ്ചിയും കൂടി അങ്ങോട്ട് അരിഞ്ഞിട്ടേക്കാട്ടോ. തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണ് നമ്മൾ ആവോലിക്കറി വെക്കാൻ വേണ്ടി പോണത്. തേങ്ങ ചിരണ്ടി എടുക്കണം. അപ്പോൾ തേങ്ങയൊക്കെ ഒരു
അരമുറി വലിയ തേങ്ങ ഇടുന്നിട്ട് അരമുറി എടുത്തിട്ടുണ്ട് കേട്ടോ. ചിരണ്ടി എടുത്തിട്ടുണ്ട്. 2 ചട്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരെണ്ണം നങ്ക് തിളപ്പിക്കാനും ഒരെണ്ണം ആവോലിക്കറിക്കും. 2 അടപ്പിലായിട്ട് വെക്കുമ്പോൾ പെട്ടെന്ന് ആവോല. ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാവേ. ഇത് ആവോലിക്കറിക്കുള്ള സവോളയാണ് കേട്ടോ ഇടുന്നത്. സവോളയും പച്ചമുളകും ഇഞ്ചി. ഇത് നമ്മുടെ നങ്ക് കറിക്കുള്ള ഉള്ളിയും ഇഞ്ചിയും പച്ചമുളകും ചതച്ചെടുത്ത് കേട്ടോ. ഈ 2ലും കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇത് നമ്മുടെ മീൻ കറിക്കുള്ള 1-ാം പാലാണ് കേട്ടോ. ഇനി 2-ാം പാലും കൂടെ എടുക്കണം. നന്നായിട്ട് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ അതെ ആവോലിക്കറിക്കുള്ള സവോള വഴണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനകത്തോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി അധികം ചേർക്കണം കേട്ടോ. ഇച്ചിരി മാത്രം മതി. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് വെക്കുന്നോണ്ടിട്ട് മാത്രം മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ. തേങ്ങ അരയ്ക്കുമ്പോഴത്തേക്കും മല്ലിപ്പൊടി ചേർക്കണമെന്നില്ല. പൊടികൾ ചേർത്തിട്ടേ മൂത്ത് വരുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. പൊടികളിടട്ടെ കേട്ടോ ഞാൻ. അപ്പോൾ അതെ മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇട്ടിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ. എന്നിട്ട് എണ്ണ തെളിയുമ്പോൾ നമുക്ക് 2-ാം പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ ഇത്തിരി വെള്ളം ഒഴിക്കാൻ വേണ്ടി പോകണേ. തുമ്പി ചാകും കേട്ടോ. മുളകൊക്കെ അത് മൊരിഞ്ഞുണ്ട്. നമുക്ക് ഇതിനകത്തോട്ടേ 2-ാം പാൽ ഒഴിക്കാവേ. തിളക്കട്ടെ കേട്ടോ. തിള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തോട്ടെ മീനും പെറുക്കിയിടാം, ഉപ്പും ഇടാം, വിനാഗിരി ഇടാം. ഇത് നമ്മുടെ നങ്ക് കറിക്കുള്ളതാണേ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു ഇച്ചിരി കുരുമുളക് പൊടി ഇടണം. അത് നമുക്ക് അവസാനം ചേർക്കാം കേട്ടോ. ഇതിന് മൂപ്പിച്ചെടുക്കാവേ. ഇതിലോട്ട് ചാറിനാവശ്യമായ വെള്ളം ഒരല്പം ആദ്യം ഒഴിക്കാം. എന്നിട്ട് ഇങ്ങനെ ആക്കണം കേട്ടോ. എപ്പോഴും മീൻ തിളപ്പിക്കുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യണത്. എന്നിട്ട് ഇതിങ്ങനെ എണ്ണ തെളിയൂലേ, അപ്പോൾ ബാക്കി വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കും. അതായത് ചാറിനാവശ്യമായ ബാക്കി വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ. ഞാനിവിടെ നങ്കില്ലേ തേങ്ങ കറി വയ്ക്കാറില്ല. എപ്പോഴും ഇതേപോലെ തിളപ്പിക്കാറുള്ളൂ. ചിലർ തേങ്ങ കറി വയ്ക്കണ കാണാം. കാരണം ഇത് വേഗം തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു 2 തിള തിളക്കുമ്പോൾ തന്നെ വേഗണം മീന്. അപ്പം നമ്മളിവിടെ എപ്പോഴും ഇങ്ങനെ തിളപ്പിച്ചെടുക്കണം കേട്ടോ. ഇങ്ങനെ ചാറ് അധികം ഇങ്ങനെ ഒരുപാട് ചാറ് വയ്ക്കാണ്ട് നീട്ടിയെടുക്കാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ ഇച്ചിരി വറ്റിച്ചെടുക്കും. അപ്പോൾ ഇത് തിളക്കട്ടെ. അപ്പോൾ ഇത് നമ്മുടെ ഇടപ്പാൽ ഒഴിച്ചത് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആവോലിയുടെ കഷ്ണങ്ങളൊക്കെ പെറുക്കിയിടാം കേട്ടോ. ഇത് ഉപ്പിട്ട് കൊടുക്കണേ കേട്ടോ. ഇവിടെ നമുക്ക് ഒഴിക്കണം. ഇത്രയും ഒഴിക്കട്ടതേ മതി. അപ്പോൾ ഇതേ നങ്ക് കറിയുടെ ചാറ് തിളച്ചിട്ടുണ്ട്. നങ്കിനൊക്കെ പെറുക്കിയിടുന്നുണ്ട് കേട്ടോ. അതിലൊരു മാന്തലുണ്ടായിരുന്നേ. ഞാനത് 2 സൈഡും കീറി. സാധാരണ ഒരു സൈഡ് കീറിയിട്ട് ഒരു സൈഡ് ഞാനിങ്ങനെ തേച്ചെടുക്കുന്നത്. ഇതിപ്പോൾ ഇതിൻ്റെ ഒപ്പം ഞാനിത് രണ്ടും കീറിയപ്പോൾ ഇല്ലതേ ഒരു സൈഡ് നിങ്ങാട് പോകുന്നു. ചില നേരം ഇങ്ങനെയൊക്കെ പറ്റാറുണ്ട് കേട്ടോ. ഇനി നങ്കിനൊക്കെ എല്ലാം എന്തേ പെറുക്കിയിടുന്നുണ്ട്. ഉപ്പും വിനാഗിരിയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ നമുക്ക് അതവിടെ അടച്ച് വെച്ചേക്കാം. നങ്ക് പിന്നെ പെട്ടെന്ന് ആവുമല്ലോ. ചെമ്മീനെ ഉരുളക്കിഴങ്ങിട്ട് വെക്കാട്ടെ. അപ്പോൾ 2-3 ഉരുളക്കിഴങ്ങുള്ളത് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് വെണ്ടക്ക ഉള്ളതിനത് ഇത്തിരി ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. മീൻകറി 2 അടപ്പിൽ കിടന്നാവുന്നുണ്ട് കേട്ടോ. നമുക്ക് അത് ഒരടപ്പ് ഒഴിഞ്ഞ് കഴിയുമ്പോൾ ഇല്ലേ
പൊഴിവുണ്ട്. ഒരു മീൻ കറി ആകുമ്പോൾ നമുക്കത് ഈ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടെ വേവിക്കാൻ വേണ്ടി വയ്ക്കാം. നമുക്ക് കറിക്കകത്തോട്ടേ ഇറക്കാനായിട്ടൊരു പരിവായിട്ടുണ്ട്. ഞാനിപ്പോൾ ഇതേ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണേ. അപ്പോൾ ഇതേ ഉരുളക്കിഴങ്ങിൻ്റെ അകത്തോട്ടേ ചെമ്മീൻ ഇട്ട് കൊടുക്കണുണ്ട് 4. പിന്നെ ഒരു കുഞ്ഞ് സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ചെറുതായിട്ടല്ല നീളത്തിൽ അരിഞ്ഞത്, പിന്നെ ഒരു പച്ചമുളകും കൂടി ഇട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമുക്കത് വേവിക്കാം. നമ്മൾ ആ മീൻ കറിക്ക് എടുത്ത സവാളയില്ലേ, അതിൻ്റെ ഒരു പകുതി ബാക്കിയുണ്ടായി. അപ്പോൾ അത് ഇതിൻ്റെ അകത്തോട്ട് അരിഞ്ഞിടുന്നുണ്ട്. അപ്പോൾ അച്ചിങ്ങയും ചെമ്മീനൊക്കെയാണ് നമ്മൾ വെക്കണമെങ്കിലല്ലേ ഞാനിങ്ങനെ സവാള അരിഞ്ഞിടാറില്ല കേട്ടോ. വെറുതെ അച്ചിങ്ങയും ചെമ്മീനും മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുക്കും. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ടിട്ട് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കാമെന്ന് കരുതി. ഇനി ഒരു പച്ചമുളകും കൂടി അരിഞ്ഞിടാം കേട്ടോ. മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടുണ്ടേ. അപ്പോൾ നങ്ക് കറി പരിവായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഒരുപാട് ചാറ് അങ്ങോട്ട് വറ്റിച്ചെടുത്തിട്ടില്ല, കാരണം നാളെ എടുക്കുകയുള്ളൂ. കാരണം ഇന്ന് ആവോലി കറി ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ചാറ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നാളെ ചൂടാക്കുമ്പോഴത്തേക്കും കറക്റ്റ് ആ ഒരു പരുവത്തിൽ കിട്ടും. 2ാം പാലം ഒഴിച്ച ശേഷം മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒരല്പം ഇതായിട്ട് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനകത്തോട്ട് തലപ്പാലം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്ന് തടത്തുണി പിടിച്ചൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി. പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. അങ്ങനെ നമ്മുടെ 2 മീൻ കറി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടെ ഞാൻ വേവിക്കാൻ വേണ്ടി അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട്. അതും ഒരിത്തിരി കടുകൊക്കെ പൊട്ടിച്ച് ഉള്ളി മുളകൊക്കെ ഇട്ട് താളിച്ചെടുക്കണം. ഞാനിപ്പോൾ ഇതിനിപ്പോൾ ചതച്ചമുളക് ചേർക്കണം. ഞാൻ ഇപ്പോൾ പച്ചങ്ങയും ചെമ്മീനൊക്കെയാണ് ഉലത്തണമെങ്കിൽ ഞാൻ ചതച്ചമുളക് ചേർത്ത് താളിച്ചെടുക്കുവേ. ഇതിപ്പോൾ ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് ഞാൻ ചതച്ചമുളക് ചേർക്കണില്ല, മുളക് പൊടി മാത്രം. പിന്നെ എന്തിനും എനിക്കിത്തിരി കടുക് പൊട്ടിച്ചില്ലെങ്കിലല്ലേ ഒരു സമാധാനക്കേടാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാൻ ഇത്തിരി കടുകൊക്കെ പൊട്ടിച്ചാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടെ ഇട്ട് എടുക്കുന്നത്. ഇപ്പോൾ മാഗി ഇപ്പോൾ നമ്മുടെ നൂഡിൽസില്ലേ അതുണ്ടാക്കിയപ്പോൾ ഞാനിത് ഇത്തിരി കടുക് പൊട്ടിക്കും. മീൻ കറിക്ക് മാത്രം കടുക് ഇടൂല എന്നേ ഉള്ളൂ. പിന്നെ ചിക്കൻ കറിക്ക് ഇടില്ല. പിന്നെ ചിലരൊക്കെ ഇടുന്നത് കാണാം ചിക്കൻ കറിക്കും മീൻ കറിക്കൊക്കെ കടുക്. പക്ഷേ നമ്മളങ്ങനെ ചേർക്കാറില്ല കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മീൻ കറി വെളുത്തുള്ളിയിൽ മീൻ കറി ചേർക്കാറില്ല എന്ന് ചോദിക്കാറുണ്ട്. മീൻ കറിക്കകത്ത് നമ്മൾ വെളുത്തുള്ളി ഇവിടെ ചേർക്കാറേ ഇല്ല. പിന്നെ കേരക്കറിയൊക്കെ വയ്ക്കൂലേ, കേരയൊക്കെ നല്ല മുളകിട്ട് വയ്ക്കുമ്പോൾ ചിലപ്പോൾ ഒരു അല്ലി ചേർത്ത്, അല്ലാതെ നമ്മൾ സാധാരണ വയ്ക്കണ മീൻ കറിയിലൊന്നും നമ്മൾ വെളുത്തുള്ളി ചേർക്കാറില്ല കേട്ടോ. പിന്നെ വിനാഗിരി ഇട്ട് കറി വയ്ക്കണത് എന്തിനാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അതിപ്പോൾ എല്ലാം ഞാനിപ്പോൾ ഈ ലോങ് വീഡിയോക്കകത്ത് പറയണത്. ഷോർട്സിൽ നമുക്കങ്ങനെ വിവരിച്ചൊന്നും പറയാൻ പറ്റില്ല. ലോങ് വീഡിയോക്കകത്താണ് നമുക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ സംസാരിച്ചൊക്കെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ തന്നെ പറഞ്ഞേക്കണം നമ്മൾ വിനാഗിരി ചേർക്കണത് പുളിക്ക് പകരമാണ്. സാധാരണ നമ്മൾ മീൻ കറി വയ്ക്കൂലേ, നമ്മുടെ തേങ്ങയും മുളകൊക്കെ അരച്ചിട്ടാണെങ്കിലും തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ടാണെങ്കിലും വെറുതെ തിളപ്പിച്ചെടുത്ത മീൻ കറിക്കാണെങ്കിലും ചിലവർ ഇപ്പം ഞങ്ങൾ തന്നെ ഇടുക കുടംപുളി ഇട്ട് വയ്ക്കാറുണ്ട്, മാങ്ങ ഇട്ട് വയ്ക്കാറുണ്ട്, പിന്നെ എന്താണ് നമ്മുടെ ഇരുമ്പുളി ഇട്ട് വയ്ക്കാറുണ്ട്, പിന്നെ അമ്പഴങ്ങ ഇട്ട് വയ്ക്കാറുണ്ട്, പിന്നെ വിനാഗിരി ഒഴിച്ചിട്ടും വയ്ക്കാറുണ്ട്. ഇവിടെ തിളപ്പിക്കുമ്പോഴും തേങ്ങാപ്പാലിട്ട് വയ്ക്കുമ്പോഴുമാണ് വിനാഗിരി കൂടുതൽ ചേർക്കണത്. അപ്പോൾ നമ്മൾ ഈ കുടംപുളിക്കൊക്കെ പകരം ആയിട്ടാണ് ഞങ്ങളിവിടെ വിനാഗിരി ചേർത്തിട്ട് കറി വയ്ക്കണത്. ഇപ്പോൾ കുടംപുളി ഇട്ട് കറി വയ്ക്കണമെന്ന് ചോദിച്ചാൽ അങ്ങനെയും ചെയ്യാറുണ്ട് കേട്ടോ. തേങ്ങയും മുളകൊക്കെ അരച്ചിട്ട് കറി വയ്ക്കുമ്പോൾ കുടംപുളി ഇട്ട് വയ്ക്കാറുണ്ട്. പിന്നെ ഈ ചാളയും നങ്കുമൊക്കെ തിളപ്പിക്കുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇത്തിരി വിനാഗിരിയൊക്കെ ചേർത്ത് തിളപ്പിക്കണത്. നല്ല ടേസ്റ്റാണ് കേട്ടോ. കൂടുതലായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിനാഗിരി കൂടുതലായിട്ടല്ല, ചാളയൊക്കെ തിളപ്പിക്കുമ്പോഴാണ് നമ്മൾ വിനാഗിരി ചേർക്കാറുള്ളതെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഉരുളക്കിഴങ്ങും ചെമ്മീനും ആയിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് കൂടി ഓരോ കാര്യങ്ങൾ പറയണത് ഇങ്ങനെയൊക്കെയല്ലേ എന്തെങ്കിലും സംസാരിക്കാൻ പറ്റുള്ളൂ, അതുകൊണ്ടിട്ടാണ് കേട്ടോ. പിന്നെ അതേ വെണ്ടയ്ക്കാണ് കേട്ടോ താളിക്കാൻ വേണ്ടി പോണത്. നല്ല കുരുമുളക് പൊടി കിട്ടിയിട്ടാണ്. പിന്നെ വെണ്ടയ്ക്കയിൽ കുറച്ച് ഉപ്പ് പിടിക്കാൻ പ്രയാസമായതുകൊണ്ടിട്ട് ഞാൻ ഇത്തിരി ഉപ്പൊക്കെ തിരുമ്മി കൈ കൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചിട്ടാണ് കേട്ടോ കടുകൊക്കെ പൊട്ടിച്ചിട്ട് അടപ്പത്തോട്ടാക്കണത്. പിന്നെ ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്ക് ഇങ്ങനെ വഴുവഴുപ്പ് ഉണ്ടാകും. കുറച്ച് നേരം അടച്ചു വയ്ക്കാതെ തുറന്ന് വെച്ച് തന്നെ ഇങ്ങനെ വഴറ്റി കൊടുക്കുമ്പോഴത്തേക്കില്ല ആ വഴുവഴുപ്പ് അങ്ങോട്ട് തനിയേ മാറും കേട്ടോ. ലാസ്റ്റ് നല്ല വിട്ട് തന്നെ കിട്ടും. പിന്നെ എല്ലാവർക്കും ഉള്ളൊരു സംശയം എന്ന് വെച്ചിട്ടുണ്ടെങ്കിലല്ലേ, പുതിയ ആൾക്കാർക്കായിരിക്കാം കേട്ടോ. കാരണം പഴയ നമ്മുടെ വീഡിയോസ് കാണുന്ന ആൾക്കാർക്ക് എല്ലാവർക്കും തന്നെ അറിയാം അപ്പം കടലിലാണ് പോണത്, മത്സ്യത്തൊഴിലാളിയാണ്, അതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്ര മീനൊക്കെ കിട്ടണത്. അപ്പോൾ ഫേസ്ബുക്കിലൊക്കെ ഞാനിപ്പോൾ ഈ ഇടയാണ് ഇത്തിരി ആക്റ്റീവായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത്. അപ്പോൾ പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അവർക്കുള്ള സംശയമാണ് നിങ്ങൾക്ക് ഇത്ര മീൻ എവിടെ നിന്നാണ് കിട്ടണതെന്ന്. അത് നമ്മുടെ അപ്പന് മത്സ്യത്തൊഴിലാളി ആയതുകൊണ്ടിട്ടാണ് നമുക്ക് ഇത്ര മീനൊക്കെ കിട്ടണത്. പിന്നെ അതുമല്ല അപ്പൻ നമ്മുടെ വലിയ വഞ്ചിയിൽ ചെറിയൊരു കരിയർ എന്ന് പറഞ്ഞൊരു വഞ്ചിയുണ്ട്. അപ്പോൾ ആ വഞ്ചിയാണ് അപ്പൻ ഓടിക്കണത്, മീനൊക്കെ കൊണ്ടുപോകണത്. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമുക്ക് നല്ല നല്ല മീനൊക്കെ കിട്ടണത്. പിന്നെ ഇത്രയും മീനൊക്കെ നിങ്ങൾ എന്നും കറി വെച്ച് കൂട്ടുമോ, ഇത്രയും മീനൊക്കെ കഴിക്കുമോ, നിങ്ങൾ ഇത്രയും കറികളൊക്കെ ഒരു ദിവസം വെക്കുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. നമ്മൾ ഇത്രയും കറികളൊക്കെ ഇപ്പോൾ നമുക്ക് ഉള്ളപ്പോൾ നമ്മൾ ലാവശ്യമായിട്ട് വെക്കും, ഇല്ലാത്തപ്പോൾ ഇല്ലാത്ത പോലെ ഇരിക്കാനും അറിയും. ഇപ്പോൾ ചമ്മന്തി ആണെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ അപ്പം മീൻ കൊണ്ടുവന്നത് കൊണ്ടിട്ട് ഇപ്പോൾ ചിലപ്പോൾ 2-3 സൈസ് ഉണ്ടാകും. പക്ഷേ കാണുമ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ കാണുമ്പോൾ കുറേ ആയിട്ട് തോന്നും. പക്ഷേ നമ്മളത് വെച്ച് വരുമ്പോൾ ഇത്തിരിച്ചൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ. ഇപ്പോൾ എല്ലാം ഇങ്ങനെ ഇത്തിരിയൊക്കെ കൊണ്ടുവരുമ്പോൾ നമ്മളങ്ങനെ ഒരുമിച്ച് അങ്ങോട്ട് വെക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ എൻ്റെ ഒരു ജോലിയുടെ ഭാഗമല്ലേ ഈ വീഡിയോ എടുക്കൽ. അപ്പോൾ അതുകൊണ്ടിട്ട് എന്തെങ്കിലുമൊക്കെ ഇത്തിരി പൊലിപ്പിച്ചൊക്കെ
നിങ്ങളെയൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ അതുകൊണ്ടിട്ടാണ് അങ്ങനെ 2-3 തരത്തിലുള്ള കറികളൊക്കെ വെക്കണത്. അപ്പോൾ ഇപ്പോൾ സാധാരണ നമ്മളിവിടെ ഒരു മീൻ കറി വയ്ക്കും. ഇച്ചിരി മീൻ കൂടുതലുണ്ടെങ്കിൽ ഇത്തിരി എടുത്ത് വറക്കും. എന്തെങ്കിലും ഒരു പച്ചക്കറി വലുത്തും. പച്ചക്കറി ഇല്ലെന്നാണെങ്കിൽ പരിപ്പോ പയറോ കടലയോ എന്തെങ്കിലും ആ കൂട്ടത്തിൽ ഒലത്തി എടുക്കും കേട്ടോ. അതാണ് ഒരു കറി നമ്മളിവിടെ വെക്കണത്. പിന്നെ ഇപ്പോൾ വീഡിയോ എടുക്കണത് കൊണ്ടിട്ട് മാത്രം നമ്മളിങ്ങനെ 2-3 തരത്തിലുള്ള കറികളൊക്കെ വെച്ച് കാണിക്കണമെന്നേ ഉള്ളൂ. പിന്നെ ഈ കറികളൊക്കെ ഉച്ചയ്ക്ക് കൂട്ടിക്കഴിഞ്ഞാൽ രാത്രി ഉണ്ടാവണമെന്നില്ല. രാത്രി ചിലപ്പോൾ മീൻകറി മാത്രമേ ഉണ്ടാവുള്ളൂ. പച്ചക്കറിയും വറുത്തതും ഒക്കെ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ആ വീഡിയോ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് കാണിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളും പിടുത്തം കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ അതേ കറികളൊക്കെ മൊത്തവും റെഡി ആയിട്ടുണ്ട്. ഞാനിത് ചോറ് വിളമ്പണയാണ് കേട്ടോ. അപ്പോൾ ഒറ്റക്കാണോ എപ്പോഴും ചോറ് കഴിക്കണത്, ഇത് മുഴുവനും ഒറ്റക്കാണോ തിന്നണത് എന്നൊക്കെ ചിലവർ വന്ന് ചോദിക്കാറുണ്ട്. ഇതെല്ലാം ഒറ്റക്കല്ല കേട്ടോ തിന്നണത്. ഇവിടെ ഞങ്ങൾ 5 പേരുണ്ട്. ഞാനും എൻ്റെ കെട്ടിയവനും 2 മക്കളും അപ്പനും ഉണ്ട്. അപ്പോൾ എല്ലാവരും അവിടെ ഇവിടേക്ക് ഇരിപ്പുണ്ടാവും. പിന്നെ ഞാൻ മെയിനായിട്ട് ഞാനാണല്ലോ വീഡിയോ എടുക്കണത്. അപ്പോൾ അതുകൊണ്ടിട്ട് എന്നെ കാണിക്കണമെന്നേ ഉള്ളൂ. അങ്ങനെ അതേ പ്ലേറ്റിലോട്ട് ചോറ് വിളമ്പി. പിന്നെ ഞാൻ ആവോലിക്കറി എടുത്തില്ല കേട്ടോ. നങ്ക് കറിയാണ് ഞാൻ എടുത്തത്. ഞാൻ ആവോലിയുടെ കഷ്ണം എടുത്തില്ല. എന്നിട്ട് നങ്ക് പിന്നെ അങ്ങനെ തന്നെ എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വയ്ക്കും. ഇപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചതേ ഉള്ളൂ കേട്ടോ. പിന്നെ എരിവറച്ചി ഉണ്ടായിരുന്നു തലേ ദിവസത്തത്. അപ്പോൾ അതും ഒക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെണ്ടയ്ക്ക ഉലത്തിയത്, ഉരുളക്കിഴങ്ങും ചെമ്മീനും കൂടെ കറി വെച്ചത്. ഇന്നും നമ്മൾ മീൻ വറുത്തില്ല കേട്ടോ ഒന്നും. അങ്ങനെ എല്ലാ കറികളും കൂടെ കൂട്ടി ഒരു പിടി പിടിക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഉച്ചയൂടിൻ്റെ വീഡിയോ ഇവിടെ തീരണയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും സംശയങ്ങളൊക്കെ, കുറച്ച് പേർക്കൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സംശയങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞ് തീർത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ടാറ്റാ.